ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ചില ആളുകൾ എന്നോട് പറയാറുണ്ട്, സർ, ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്ന വ്യക്തിയുമായിട്ട് ബ്രേക്കപ്പ് ആവേണ്ടി വന്നു. ചിലപ്പോൾ ആ പറയുന്ന ആളുടെ പ്രശ്നമായിരിക്കാം, അതല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ വിവാഹം കഴിഞ്ഞു പോയതായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും ബ്രേക്കപ്പ് എന്ന് പറയുന്നത് വളരെയധികം വിഷമകരമായിട്ടുള്ള ഒരവസ്ഥയാണ്, അല്ലേ? എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നാൽ ഇതിൽ നിന്ന് എങ്ങനെയാണ് മൂവ് ഓൺ ചെയ്യുക, എങ്ങനെയാണ് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളിലോട്ട് ഫോക്കസ് കൊണ്ടുവരാൻ സാധിക്കുക എന്നതിനെ പറ്റി പല ആളുകൾക്കും അറിയത്തില്ല. അപ്പോൾ അത്തരത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് മൂവ് ഓൺ ചെയ്യണം, എൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കണം, എനിക്ക് എന്തെങ്കിലുമൊക്കെ ആവണം, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലോട്ട് പുതിയൊരാളെ അട്രാക്റ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് എൻകറേജിങ് അഫർമേഷൻസ് ആണ് ഇന്ന് പറയാൻ പോകുന്നത്. ഞാൻ പറയുന്ന ഈ 10 അഫർമേഷൻസ് നിങ്ങൾ നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഇന്നത്തെ ഈ ഒരു വിഷയത്തിലോട്ട് കടക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്കുകളൊക്കെ സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ടോപ്പിക്കിലോട്ട് വരാം. ഒന്നാമത്തെ അഫർമേഷൻ ഇതാണ്. നിങ്ങളൊരു പേനയും പേപ്പറും എടുത്തുകൊണ്ട് നോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എൻ്റെ ജീവിതം നിയന്ത്രിക്കാൻ എനിക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. എൻ്റെ ജീവിതം നിയന്ത്രിക്കാൻ എനിക്ക് സാധിക്കുന്നു. ഞാൻ 1 by 1 ആയിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. ഓരോ അഫർമേഷൻസും 2 തവണ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഫാസ്റ്റായി പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് എഴുതിയെടുത്ത് പോയാൽ മതി. ഈ അഫർമേഷൻസ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് അവസാനത്തിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. രണ്ടാമത്തെ അഫർമേഷൻ എന്ന് പറയുന്നത്, എൻ്റെ സന്തോഷം കണ്ടെത്താൻ എനിക്ക് സാധിക്കും എന്നുള്ളതാണ്. എൻ്റെ സന്തോഷം കണ്ടെത്താൻ എനിക്ക് സാധിക്കും. മൂന്നാമത്തെ അഫർമേഷൻ, ഞാൻ സന്തോഷവാനാണ്, ഇതിനേക്കാൾ കൂടുതൽ എന്നെ സ്നേഹിക്കുന്ന ഒരാൾ എൻ്റെ ജീവിതത്തിലോട്ട് വരും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഒന്നുകൂടി പറയാം. ഞാൻ സന്തോഷവാനാണ്, ഇതിനേക്കാൾ കൂടുതൽ എന്നെ സ്നേഹിക്കുന്ന ഒരാൾ എൻ്റെ ജീവിതത്തിലോട്ട് വരും എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നാലാമത്തെ അഫർമേഷൻ എന്ന് പറയുന്നത്, ഈ എക്സ്പീരിയൻസ് എൻ്റെ പേഴ്സണൽ ഗ്രോത്തിന് സഹായിക്കും എന്നുള്ളതാണ്. ഈ ഒരു പെയിൻ അല്ലെങ്കിൽ ഈ ഒരു എക്സ്പീരിയൻസ് എൻ്റെ പേഴ്സണൽ ഗ്രോത്തിന് സഹായിക്കും. അഞ്ചാമത്തെ അഫർമേഷൻ എന്ന് പറയുന്നത്, ഞാൻ സന്തോഷകരമായ ബന്ധങ്ങൾ മാത്രം ആകർഷിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ സന്തോഷകരമായ ബന്ധങ്ങൾ മാത്രം ആകർഷിക്കുന്നു. ഈ 10 അഫർമേഷൻസ് ഞാൻ നോക്കിയിട്ടാണ് പറയുന്നത്. നോക്കി പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ ബൈ ഹാർട്ട് ചെയ്തിട്ടില്ല. കാരണം എനിക്ക് ആവശ്യമില്ലാത്തൊരു ടോപ്പിക് ആയതുകൊണ്ടാണ് ഞാനത് ബൈ ഹാർട്ട് ചെയ്യാത്തത്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് എഴുതിയെടുക്കുക. ഓക്കെ. ഇനി ആറാമത്തെ അഫർമേഷൻ എന്ന് പറയുന്നത്, ഞാൻ പഠിച്ച പാഠങ്ങൾക്ക് ഞാൻ നന്ദിയുള്ളവനാണ്. ഞാൻ പഠിച്ച പാഠങ്ങൾക്ക് ഞാൻ നന്ദിയുള്ളവനാണ്. ഓക്കെ. ദെൻ ഏഴാമത്തെ അഫർമേഷൻ എന്ന് പറയുന്നത്, എൻ്റെ ഗ്രോത്തിൽ ശ്രദ്ധിക്കേണ്ട സമയം വന്നു കഴിഞ്ഞു. എൻ്റെ ഗ്രോത്തിൽ ശ്രദ്ധിക്കേണ്ട സമയം വന്നു കഴിഞ്ഞു. ഓക്കെ. നമുക്ക് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം അപ്പോഴായിരിക്കും, എന്തെങ്കിലും പെയിനൊക്കെ ഉണ്ടാകുന്ന സമയത്ത്. ഓക്കെ. നമുക്ക് കൂടുതൽ ഫോക്കസ് കിട്ടും. പലരും പറയും ഫോക്കസ് കിട്ടില്ല എന്നാണ് പറയാറുള്ളത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ കൂടുതൽ ഫോക്കസ് ലഭിക്കുകയാണ് ചെയ്യുക. നിങ്ങൾ ചെയ്തു നോക്കൂ. എന്തെങ്കിലുമൊക്കെ കരിയറിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു നോക്കുക. പിന്നെ അതുപോലെ തന്നെ എട്ടാമത്തേത്, എനിക്ക് യോജിച്ച, എന്നെ സ്നേഹിക്കുന്ന, എനിക്ക് അർഹതപ്പെട്ട ഒരാൾ എൻ്റെ ജീവിതത്തിലോട്ട് വരും എന്നുള്ളതാണ്. എനിക്ക് യോജിച്ച, എന്നെ സ്നേഹിക്കുന്ന, എനിക്ക് അർഹതപ്പെട്ട ഒരാൾ എൻ്റെ ജീവിതത്തിലോട്ട് വരും. ഇനി 9ാമത്തെ അഫർമേഷൻ എന്ന് പറയുന്നത്, ഞാൻ എന്നെ സ്നേഹിക്കുകയും റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഞാൻ എന്നെ സ്നേഹിക്കുകയും റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. 10ാമത്തെ അഫർമേഷൻ, എൻ്റെ ഹൃദയം മുഴുവൻ സ്നേഹമാണ്. ഈ ലാസ്റ്റിലെ അഫർമേഷൻ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, പലപ്പോഴും ഒരു ബ്രേക്കപ്പ് സംഭവിക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ പ്രശ്നം കൊണ്ടാണ് ബ്രേക്കപ്പ് സംഭവിക്കുന്നതെങ്കിൽ മേ ബി ചിലപ്പോൾ ആ വ്യക്തിയോട് ഒരു വെറുപ്പോ ദേഷ്യമോ പകയോ വിദ്വേഷമോ ഒക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടാവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് പുതിയ റിലേഷൻഷിപ്പ് അട്രാക്ട് ചെയ്യാനൊക്കെ ഭയങ്കര പ്രയാസമായിരിക്കും. അപ്പോൾ അത്തരത്തിൽ ഒരു ദേഷ്യമോ വെറുപ്പോ ഒന്നും മനസ്സിൽ കൊണ്ട് നടക്കാതെ
നിങ്ങൾ അവരെ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടാണ്. ആ സ്നേഹം എന്നും ആ മനസ്സിൽ നിലനിർത്തുക, അവരോട് ഇഷ്ടം തന്നെയാണ്. അപ്പോൾ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അഫർമേഷൻ, ആ ദേഷ്യവും പകയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അഫർമേഷനാണിത്. എൻ്റെ ഹൃദയം മുഴുവൻ സ്നേഹമാണ് എന്നുള്ള അഫർമേഷന്. ഇപ്പോൾ 10 അഫർമേഷൻസ് ഞാൻ പറഞ്ഞു. ഈ 10 അഫർമേഷൻസിലെ ഓരോ അഫർമേഷൻസും മിനിമം ഒരു 5 തവണയെങ്കിലും റിപ്പീറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ, ഓരോ ദിവസവും രാവിലെയും അതുപോലെ തന്നെ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ബ്രേക്കപ്പിൽ നിന്ന് റിക്കവർ ആവാനായിട്ട് സാധിക്കും. പലപ്പോഴും വീട്ടുകാരുടെ ഫോഴ്സ് കൊണ്ടൊക്കെ നമ്മൾ സ്നേഹിക്കുന്ന ആളുടെ വിവാഹം കഴിഞ്ഞു പോകുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഇത് പരീക്ഷിക്കാവുന്നതാണ്. വിവാഹം കഴിഞ്ഞാൽ പിന്നെ അതിൽ പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ, അപ്പോൾ മൂവ് ഓൺ ചെയ്യുക എന്നുള്ള ഒരു മാർഗ്ഗമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല, നമ്മുടെ ലൈഫ് നമുക്ക് നോക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള അഫർമേഷൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ആ ഒരു പ്രോബ്ലംസിൽ നിന്നും കരകയറാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ ആരെങ്കിലും ഒക്കെ ബ്രേക്കപ്പ് ആയി നിൽക്കുന്നുണ്ട് എങ്കിൽ അവർക്കൊക്കെ അയച്ചു കൊടുക്കുക. അവർക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആകും എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ കോച്ചിങ്ങോ നിങ്ങളുടെ പ്രശ്നത്തിനുള്ള സൊല്യൂഷനോ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.